നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരു യാത്രയിലാണ്, കലയുടെ ഒരു യാത്രയിൽ. 3 ദിവസത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ 5 മിനിറ്റിൽ ഒരവതരണം. നമ്മുടെ ശ്രീലക്ഷ്മി മോളെ ടെക്നോ പാർക്കിൽ നിന്ന് വിളിച്ച് നേരെ നിത്യതിയുടെ പ്രോഗ്രാം സ്ഥലത്തേക്ക്. ഇത് ഞങ്ങളുടെ 1 മണിക്കൂറത്തെ ചെറിയ പ്രോഗ്രാമാണ്. ശ്രീലക്ഷ്മി മോള് ജസ്റ്റ് 40 മിനിറ്റ് കൊണ്ട് തന്നെ ഇറങ്ങി. ഭാരത നടനത്തിൽ അല്പം കൂടുതൽ ആലങ്കാരികമായിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. തിരുവനന്തപുരം ആഴിമല ശിവക്ഷേത്രത്തിന് സമീപമായിട്ടുള്ള ഒരു വലിയ റിസോർട്ടിലായിരുന്നു പ്രോഗ്രാം. ഇതിൽ ഞാനും നിത്യതി മക്കൾ 6 പേരും മാത്രം. തുടർന്നുള്ള പ്രോഗ്രാം ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ കൂട്ടുകാരെ, നല്ല തിരക്കായിരുന്നു. അതിനുശേഷം ഭക്ഷണം എല്ലാം കഴിച്ച് രാത്രി 9 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ചു. അതിനടുത്ത ദിവസം മുതൽ ഞങ്ങളുടെ മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിത്യതിയിൽ 2 രീതിയിലാണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. 1 മണിക്കൂർ പ്രോഗ്രാമും 2 മണിക്കൂർ പ്രോഗ്രാമും. കടയിൽ നിന്ന് പെട്ടെന്ന് വാങ്ങേണ്ട സാധനങ്ങൾ വാങ്ങി രാത്രിയൊക്കെ ഇരുന്ന് ഒരുപാട് ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം സെറ്റ് ചെയ്തെടുത്തു. ക്യാരക്ടറുകൾക്ക് വേണ്ടിയിട്ടും പ്രോപ്പർട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വലിയ യജ്ഞം തന്നെ ഉണ്ടായിരുന്നു. അനാമിക മോളുടെയും മീനാക്ഷി മോളുടെയും അതിനിടയിലുള്ള കുറേ തമാശകൾ. കുതിര എങ്ങനെയുണ്ട് കൂട്ടുകാരെ? നമ്മുടെ സ്റ്റേജിലേക്കുള്ളതാണ്. പിന്നെ ഞങ്ങൾ തന്നെ മെയ്ഡ് ചെയ്തെടുത്ത് കൊച്ചു കൊച്ചു ഓർണമെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ പ്രോഗ്രാംസിന് വേണ്ടി മാത്രമായിട്ട് രൂപീകരിച്ചെടുക്കുന്നതാണ്. 20ഓളം സ്റ്റുഡൻസ് പെർഫോം ചെയ്യുന്ന 40ഓളം പേര് വരുന്ന വലിയ പ്രോഗ്രാമാണ് ഞങ്ങളുടെ 2 മണിക്കൂർ പ്രോഗ്രാം. ഒരുപാട് വസ്തുവകകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ മക്കളെല്ലാം വലിയ ബാഗുമായിട്ട് വരും. പെട്ടെന്ന് അഗ്നി ഒരുക്കാനുള്ള ചട്ടി ചെറിയൊരു പ്രശ്നം വന്ന കാരണം വേഗം പോയി അതും മേടിച്ചു. രാത്രി ഏതാണ്ട് 7 മണിയോടുകൂടി മക്കളെല്ലാവരും ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് 8 മണിക്കാണ് പ്രോഗ്രാം. അപ്പോൾ തന്നെ തിരിക്കേണ്ട സിറ്റുവേഷനിലും ആണ്. കൊച്ചു കൊച്ചു ചില വീഡിയോസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ അമ്മയായിട്ട് ചെന്ന് ചെറിയൊരു സെൽഫി എടുത്തു. ശ്രീലക്ഷ്മി മോള് ആകെ തിരക്കിട്ട് ഓടുകയാണ്. സമയം ഇങ്ങ് അടുത്തു. ഞങ്ങൾക്ക് പോകാൻ കുറച്ച് ദൂരം കൂടുതലുമാണ്. എല്ലാവരും നല്ല ടെൻഷനിലാണ്. പ്രോഗ്രാം സമയത്താണ് കൂടുതലും രക്ഷകർത്താക്കൾ ഫുഡ് മക്കൾക്ക് വാരി കൊടുക്കുന്നത്. ശ്രീലക്ഷ്മി മോളുടെ ഒരു പ്രോപ്പർട്ടി കാണാനില്ല. അതിനവിടെ മുഴുവൻ തപ്പി നടക്കുവാണ്. ഒരു സൈഡിലിരുന്ന് കുട്ടികളെല്ലാം അൾട്ടയിടുവാണ്. തലേന്ന് പന്തളത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ കൂട്ടുകാരെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സീസണിലേക്കായിട്ട് സംവിധാനം ചെയ്ത ഈ പ്രോഗ്രാമിൽ കുറേയേറെ നല്ല കഥാപാത്രങ്ങളുണ്ട്. മനോഹരമായ സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു. എല്ലാവരും വളരെ നല്ല അഭിപ്രായം അറിയിച്ചു.